ദൈവത്തിന് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇനി മുതൽ നിങ്ങൾ അബ്ബാ പിതാവേ എന്ന് ധൈര്യപൂർവ്വം വിളിക്കുവാനുള്ള ആത്മധൈര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാം, അവിടെ തന്നെ വചനത്തിൽ പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ ദൈവം പിതാവുമായിട്ട് എനിക്കൊരു ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ സത്യവചനങ്ങളാണ്. അല്ലാതെ നമ്മൾ പാപികളാണെന്ന് ഏറ്റുപറഞ്ഞ് നമ്മളെ തന്നെ പാപികളാക്കാനല്ല. ദൈവത്തിൻ്റെ വചനത്തെ വ്യാഖ്യാനം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? നമ്മൾ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം പുനർസ്ഥാപിക്കുവാനാണ്. യേശുക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, യേശുക്രിസ്തു വന്നത് ഒരു ബന്ധം സ്ഥാപിക്കാനാണ്. ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. എപ്പോൾ? ആ കുരിശേൽ, കാൽവരി മലയിൽ, ആ ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞു. ആ ബന്ധത്തിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ ആ രക്തത്തിൻ്റെ കീഴിൽ വരണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ എനിക്ക് ആ പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് എഫീഷ്യൻസ് 1-18 വചനം പറഞ്ഞ, ഇരു കൂട്ടർക്കും ഒരേ ആത്മാവിൽ പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ആ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾക്ക് ശക്തി ലഭിക്കുന്നത്. നമ്മൾക്ക് ആ ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഹൃദയം, ദൈവത്തിന്റെ മനസ്സ് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റുന്നത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ആർക്കാണ് ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുക? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണ്? അവിടെ ഒരു ബന്ധമുണ്ടായിരുന്നു. പിതാവായ ദൈവത്തിനെ അവൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവന് പറയാൻ പറ്റുമായിരുന്നു, എനിക്ക് പിതാവിന്റെ മനസ്സ് അറിയാം. ഇവിടെ മക്കൾക്ക് അപ്പൻ്റെ മനസ്സറിയാൻ പറ്റുമോ? ഹലോ, അറിയാൻ പറ്റണം. അതാണ് ബന്ധം. അപ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ആ പിതാവിൻ്റെ ഹൃദയം നിങ്ങൾ മനസ്സിലാക്കണം. നമ്മൾക്കറിയാം, ആ ധൂർത്തപുത്രൻ ആ പന്നിക്കുഴിയിൽ കിടക്കുമ്പോൾ അവൻ്റെ അപ്പൻ്റെ മനസ്സറിയാമായിരുന്നോ? അറിയാമായിരുന്നു. അവൻ്റെ അപ്പൻ എത്ര അവനെ സ്നേഹിക്കുന്നവനാണെന്ന്. എത്ര പാപം ചെയ്ത് എന്ത് പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ തിരികെ പോയിട്ടുണ്ടെങ്കിൽ അവനെ സ്വീകരിക്കുന്ന ഒരു അപ്പനാണെന്ന് അവൻ അറിയാമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിലും, പാപത്തിലാണെങ്കിലും, ദൈവവുമായിട്ട് ശത്രുതയിലാണെങ്കിൽ പോലും, ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുത്തിട്ട് ആ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളെ സ്വീകരിക്കുവാനായിട്ട് പിതാവായ ദൈവം രണ്ട് കൈകളും തുറന്ന ആ ഹൃദയത്തോടുകൂടി നിങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ബിക്കോസ് ഹി ലവ്സ് യു. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. കാരണം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവം എന്തുമാത്രം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു വിടുതൽ കിട്ടുന്നത്. അപ്പോഴാണ് പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറി ആ ദൈവത്തെ സ്നേഹിക്കുവാനായിട്ട് നിങ്ങൾക്കൊരു പ്രേരണ ഉണ്ടാകുന്നത്. അല്ലാതെ വ്യാഖ്യാനം, പാരമ്പര്യമായ ഒരു വ്യാഖ്യാനം, അവിടെ നിയമം പഠിപ്പിക്കുന്നതല്ല, അവിടെ റിലിജൻ എന്താ പറയുന്നത്? മതം പഠിപ്പിക്കുന്നത് എന്താണ്? മതം പഠിപ്പിക്കുന്നത് ദൈവം നമ്മളെ ശിക്ഷിക്കാൻ വരുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തെ വളരെ ഭയത്തോടുകൂടി, ഭയമല്ല, പക്ഷേ ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ള അങ്ങനെയാണ്. ദൈവമായിട്ടൊരു ബന്ധമില്ലാത്തൊരവസ്ഥയിലാണ് മതം നമ്മളെ കൊണ്ടുപോകുന്നത്. അതേസമയത്ത് ഒരു ബന്ധം, യേശുക്രിസ്തു വന്നത് ആ ബന്ധം, ആ സ്നേഹബന്ധം പുനർസ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. whatever be your situation, നമ്മൾ ഏത് അവസ്ഥയിലാണെങ്കിൽ പോലും ആ യേശു നമ്മളെ സ്നേഹിക്കുന്നവനാണ്. പിതാവ് നമ്മളെ സ്നേഹിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു പറയാണ്, ഞാനാകുന്ന വഴിയിലൂടെ വന്നാൽ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നിനക്ക് പ്രവേശിക്കുവാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും നമ്മൾ ആ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണ്. ഇത് ദൈവം നമ്മളോട് സംസാരിക്കുന്നതാണോ? ഇത് ദൈവത്തിൻ്റെ മക്കളോട് സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ്. നമ്മളത് വായിച്ച് മനസ്സിലാക്കുവാൻ, അത് ഗ്രഹിക്കുവാനും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് 1 പത്രോസ് 1-10 വചനങ്ങൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ത് ഭാഗ്യവാന്മാരാണ്. ഈ വചനം വായിച്ച് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും എന്തുമാത്രം ഭാഗ്യവാന്മാരാണ് നമ്മൾ. കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലം കൃപയുടെ കാലമാണ്. ഒന്ന് പറഞ്ഞേ, കൃപയുടെ കാലമാണ്. പലവരും കൃപയുടെ കുറേ പ്രാർത്ഥനകൾ ചെല്ലും. പ്രിയപ്പെട്ടവരെ, കൃപയുടെ പ്രാർത്ഥനകൾ ചെല്ലണ്ടെന്നല്ല പറയുന്നത്, പക്ഷെ ആ കൃപ നമ്മളുടെ മധ്യേ ഉണ്ട്. ആ കൃപയാകുന്ന യേശുക്രിസ്തു നമ്മളുടെ മധ്യേ ഉണ്ട്. ആ കൃപയെ ഒന്ന് നമ്മൾ കണ്ണുകൾ തുറന്ന് നമ്മൾ കണ്ടാൽ മതി, നമ്മുടെ ചെവികൾ തുറന്ന് ഒന്ന് കേട്ടാൽ മാത്രം മതി. ഒന്ന് വായിച്ചേ, 1 പത്രോസ് 1:10. നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന കൃപയെപ്പറ്റി മുൻകൂട്ടി അറിയിച്ച ആ പ്രവാചകന്മാർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ആത്മാവിനാൽ അവര് നമ്മളെ മുൻകൂട്ടി അറിയിച്ചു. ഈ രക്ഷയെക്കുറിച്ച് ആരായുകയും അന്വേഷിക്കുകയും ചെയ്തു. 11 വായിച്ചേ.
ക്രിസ്തു സഹിക്കേണ്ടിയിരുന്ന പീഡകളെക്കുറിച്ചും അനന്തരമഹത്വത്തെക്കുറിച്ചും അവരിലുണ്ടായിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് മുൻകൂട്ടി പ്രവചിച്ചു. ക്രിസ്തുവിന്റെ ആത്മാവ് അവരിലൂടെ മുൻകൂട്ടി പ്രവചിച്ചു. ഇറ്റ് ഇസ് ഓൾ. നമ്മൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ആ ഭാഗ്യത്തെക്കുറിച്ച് ആ പ്രവാചകന്മാരെ നമ്മളോട് പറയുകയായിരുന്നു. അവർക്ക് ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ, എന്നായിരിക്കും, എങ്ങനെയായിരിക്കും ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ അത് സംഭവിക്കുമെന്നുള്ളത് തീർച്ചയായിരുന്നു. അതുകൊണ്ടാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-28 വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ്, ഒന്ന് വായിച്ചേ. ജോയൽ 2:28. അന്ന് ജോയൽ പ്രവാചകൻ എഴുതിയിരിക്കുന്നത് യേശു ക്രിസ്തു വരുന്നതിന് മുമ്പാണ്. പക്ഷേ പ്രവാചകന് പരിശുദ്ധാത്മാവ് വഴി അറിയാമായിരുന്നു അന്ന് ഒരു കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയാണ്. എന്താണ്? അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. അപ്പോൾ ആ ജോയൽ പ്രവാചകൻ എങ്ങനെയായിരുന്നു? നമ്മൾക്ക് ലഭിക്കാനിരിക്കുന്ന ആ ഭാഗ്യത്തെ കുറിച്ച് ജോയൽ പ്രവാചകൻ പറയുകയായിരുന്നു. ജോയൽ പ്രവാചകനേക്കാൾ ഭാഗ്യവാനാണ് നമ്മൾ. ഹല്ലേലൂയ. ജോയൽ പ്രവാചകനേക്കാൾ ഭാഗ്യവാനാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവത്തിന്റെ കൃപാവത്സരത്തിലാണ് ജീവിക്കുന്നത്. അതുപോലെ നമുക്കറിയാം 12-ാമത്തെ വചനം വായിച്ചേ. അവർ തങ്ങളെ തന്നെ അല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നതെന്ന് പ്രവാചകന്മാര് തങ്ങളെ തന്നെയല്ല നിങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന് അവർക്ക് വെളിപ്പെട്ടിരുന്നു. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി സുവിശേഷ പ്രസംഗകർ ഇക്കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു. ഇവയിലേക്ക് എത്തി നോക്കാൻ ദേവദൂതന്മാർ പോലും കൊതിക്കുന്നു. ഇവയിലേക്ക് എത്തി നോക്കുവാനായിട്ട് ദേവദൂതന്മാർ പോലും കൊതിക്കുകയാണ്. അത് പക്ഷേ നമ്മൾക്ക് വേണ്ടി ദൈവം സ്വകാര്യമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു രക്ഷ, ഒരു ഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. We are so blessed. ഇത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഐസയ പ്രവാചകന്റെ പുസ്തകം 53-ാമത്തെ അധ്യായം നോക്കുകയാണെങ്കിൽ ദൈവം യേശു ക്രിസ്തു സഹിക്കേണ്ട കാര്യങ്ങൾ എല്ലാത്തിനെ കുറിച്ച് പറയുകയാണ്. അതിന്റെ അവസാനം ദൈവം മഹത്വപ്പെടുത്തുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇത് ഐസയ പ്രവാചകൻ എന്ന് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നോ? എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമായിരുന്നോ? ഇല്ല. പക്ഷെ അത് നമ്മൾക്ക് വേണ്ടിയുള്ള രക്ഷയെ ദൈവം ഐസയ പ്രവാചകൻ വഴി നമ്മൾക്ക് മുൻകൂട്ടി ചൂണ്ടിക്കാണിക്കായിരുന്നു. ഇത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. ഇതെല്ലാം ഈസ് ലൈക്ക് എ ഗ്രേറ്റ് മിസ്റ്ററി കെപ്റ്റ് ഫോർ യുവർ ബെനിഫിറ്റ് ആൻഡ് ഫോർ മൈ ബെനിഫിറ്റ്. നമ്മളുടെ എല്ലാവരുടെയും ബെനിഫിറ്റ് എന്താ പറയുക സിസ്റ്ററെ? നമ്മളുടെ എല്ലാവരുടെയും സമ്പാദ്യം, നമ്മളുടെ എല്ലാവരുടെയും ഒരു ഭാഗ്യം, ഒരു ദൈവം തരുന്ന ഒരു നന്മയ്ക്ക് വേണ്ടി ദൈവം മുൻകരുതി വെച്ചിരിക്കുന്നതായിരുന്നു. അത് പ്രവാചകന്മാർ വഴിയാണ് വെളിപ്പെടുന്നത്. അവർക്ക് അതിലേക്ക് പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. അവർക്കത് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾക്കത് എന്താണെന്നറിയാം. നമുക്ക് ആ യേശുവിനെ നമുക്ക് അറിയാൻ പ്രിയപ്പെട്ടത്. യേശുവായിട്ട് ഒരു ബന്ധമുണ്ടാക്കാം, ഒരു സ്നേഹബന്ധം ഇന്ന് നമുക്ക് പുലർത്താം. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം ഈ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സ്നേഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദൈവത്തെ എന്തുമാത്രം തിരിച്ച് സ്നേഹിക്കണം. അതുകൊണ്ടാണ് ഹീബ്രൂസ് 2-ാമത്തെ 3-ാമത്തെ വചനം പറയുന്നത്, നമ്മൾ ഇങ്ങനെയുള്ളത് നിഷേധിക്കുകയാണെങ്കിൽ, ഒന്ന് വായിച്ചു സിസ്റ്ററെ, ദൈവ വചനത്തിലൂടെ ഒരു താക്കീത് തരികയാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും നിയമലംഘനത്തിനും അനുസരണയില്ലായ്മയ്ക്കും തക്ക ശിക്ഷ ലഭിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാകും? നമ്മൾ ഈ ഒരു ഭാഗ്യം, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലാവധിയിൽ നമ്മളെ ദൈവം സൃഷ്ടിക്കുകയും എന്നിട്ട് ദൈവം ഇതെല്ലാം നമ്മൾക്ക് വേണ്ടി മുൻകൂട്ടി വെളിപ്പെടുത്തി വെച്ച് കഴിഞ്ഞിട്ട് അതെല്ലാം നമ്മൾ നിഷേധിക്കുകയാണെങ്കിൽ എങ്ങനെ ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാകും? പ്രിയപ്പെട്ടവരെ, ഒഴിവാകുകയില്ല. ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കിയതെല്ലാം നമ്മൾ വെറുതെ ചവിട്ടിക്കളയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അത് ചെയ്യരുത്. പിന്നെ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആ പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാരും ദാവീദുമൊക്കെ അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിട്ട് അവർ എല്ലാം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിലാണ് ആ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യൻസ് 2-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത്, കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയ മനസ്സ് ഗ്രഹിച്ചിട്ടില്ല എന്ത് ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എന്താ? കണ്ണുകൾ കണ്ടിട്ടില്ല, കാതുകൾ കേട്ടിട്ടില്ല, ഹൃദയ മനസ്സ്
ഗ്രഹിച്ചിട്ടില്ല. എന്ത്? ദൈവം അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. അവനെ സ്നേഹിക്കുന്ന ആരാണ്? നിങ്ങൾ. അവനെ സ്നേഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കുന്നവരാണ് അവനെ സ്നേഹിക്കുന്നത്. കാരണം യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെങ്ങനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പോൾ അങ്ങനെ വചനങ്ങൾ പാലിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്നത് മനുഷ്യ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റുകയില്ല. ഇറ്റ് ഈസ് അൺഇമാജിനബിൾ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അത്രയധികം സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നോക്കുകയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായം 56-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ എബ്രഹാമിനെ കുറിച്ച് പറയുകയാണ്. ഒന്ന് വായിക്കുക സിസ്റ്ററെ. യോഹന്നാൻ 8:56. എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ ഏബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. ഒന്നുകൂടെ വായിച്ചു സിസ്റ്ററെ. എന്റെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ ഏബ്രഹാം ആനന്ദിച്ചു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അവനത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു. അവൻ ആ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആ പദ്ധതിയെക്കുറിച്ച് അവന് അവിടെ ഒരു വെളിപാട് കിട്ടിയിരുന്നു. അതുകൊണ്ട് അവന് സന്തോഷിച്ചു. നമുക്കറിയാം 22-ാമത്തെ അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായത്തിൽ ഇസഹാക്കിനെ, അവൻ്റെ ഏക മകനെ, ദൈവത്തിൻ്റെ വാഗ്ദാനം മുഴുവൻ അവനിലായിരുന്നു, ഇസഹാക്കിലായിരുന്നു. ആ മകനെ ബലിയർപ്പിക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ എബ്രഹാമിന് ദൈവത്തിൻ്റെ വചനത്തിൽ അത്രയധികം വിശ്വാസമുണ്ടായിരുന്നു. ഇസഹാക്കിൽ കൂടെയാണ് ആ സന്തതികളും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കുന്നത് എങ്കിൽ ദൈവം വളരെ വ്യക്തമായിട്ട് എബ്രഹാമിന് ആ ദൈവത്തിൻ്റെ വാഗ്ദാനത്തെ, ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ഭൃത്യന്മാരോട് പറഞ്ഞു, ഞാനും ബാലനും പോയി ബലിയർപ്പിച്ച് ഞങ്ങൾ തിരികെ വരും എന്ന് പറഞ്ഞു. അത് പറയുവാനുള്ള ആ ആത്മധൈര്യം എന്തുകൊണ്ടാണ്? ദൈവം വാഗ്ദാനം പാലിക്കുന്ന ദൈവമാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ വചനം മാറിപ്പോവുകയില്ല എന്ന് വിശ്വാസമുണ്ടായിരുന്നു. പിന്നെയും നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം നോക്കുകയാണെങ്കിൽ അവിടെ ആ ബലി അർപ്പിക്കാതെ ആ ദൈവം അവന് വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ്, ഒരു പരിഹാര ബലി അവിടെ ദൈവം അവിടെ കൊടുത്തു. നമുക്കറിയാം ഹെബ്രായരുടെ 13-ാമത്തെ വചനത്തിൽ നോക്കുകയാണെങ്കിൽ അവിടെ ബാലൻ അതിനു മുമ്പ് ചോദിക്കുകയാണ്, തീയുമുണ്ട് വിറകുമുണ്ട്, പക്ഷെ ബലിവസ്തു എവിടെയെന്ന് ചോദിച്ചപ്പോൾ എബ്രഹാം എന്താ പറഞ്ഞത്? ദൈവം നൽകും. ഗോഡ് വിൽ പ്രൊവൈഡ് എന്നുള്ള അതുണ്ടായിരുന്നു. ഗോഡ് വിൽ പ്രൊവൈഡ്. എൻ്റെ ബലിയായിട്ട് ഇസഹാക്കിനെ ബലി അർപ്പിക്കുന്നതിന് പകരം ഒരു പകരമായിട്ട് വേറെ ഒരു ബലിവസ്തുവിനെ ദൈവം തരുമെന്നുള്ള ദൈവം വാഗ്ദാനം ചെയ്ത് ആ വെളിപാട് എബ്രഹാമിന് കൊടുത്തു. അവിടെ എബ്രഹാം എന്തുമാത്രം സന്തോഷിച്ച് കാണും. സാധാരണഗതിയിൽ ഒരു അപ്പന് ആ അപ്പൻ്റെ ഏക മകനെ ബലി അർപ്പിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ആ അപ്പന് കുറച്ച് സങ്കടമുണ്ടാകാതിരിക്കുകയില്ല. പക്ഷേ ആ മകൻ, മരിക്കാൻ പോകേണ്ട മകന് ജീവൻ കിട്ടി എന്നുള്ള ആ അറിവിൽ എന്തുമാത്രം സന്തോഷിച്ച് കാണും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആകുന്ന കുഞ്ഞാടിൻ്റെ ബലിയാൽ നമ്മൾ ഓരോരുത്തരും ജീവൻ കിട്ടും, നമ്മൾക്ക് മരിക്കേണ്ട അവസ്ഥയില്ല എന്നുള്ള ആ വെളിപാട് ആ എബ്രഹാമിന് അന്ന് കിട്ടുകയും അവൻ പറഞ്ഞ ഹി റിജോയ്സ്ഡ്, അവൻ സന്തോഷിച്ചു എന്നാ പറഞ്ഞത് അല്ലേ? ഈശോ പറഞ്ഞില്ലേ യോഹന്നാൻ 8:56 പറഞ്ഞത്, അവൻ എന്നെ കാണുകയും അവൻ സന്തോഷിക്കുകയും ചെയ്തു. കാരണം നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 13-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ഒന്ന് വായിച്ചേ. അവിടെ എബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ, അബ്രാഹാം തലപൊക്കി നോക്കിയപ്പോൾ തന്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകന് പകരം ദഹനബലി മകന് പകരം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ഇവിടെ എബ്രഹാം തിരിച്ചു നോക്കിയപ്പോൾ ആ മുൾച്ചെടിയിൽ ഒരു കുഞ്ഞാട് കൊമ്പ് ഉടക്കി കിടക്കുന്നത് കണ്ടു. അത് മകന് പകരം ഒരു ബലിയായിട്ട് അർപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 29-ാമത്തെ വചനത്തിൽ വേറെ ഒരു ബലിവസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് വായിച്ചേ. യോഹന്നാൻ 1:29. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ബലിവസ്തുവാകുന്ന കുഞ്ഞാടിനെ അവിടെ ദൈവം ചൂണ്ടിക്കാണിച്ചു. ആ മലയിൽ എബ്രഹാം ആ ബലിവസ്തു, ഇസഹാക്കിന് പകരമുള്ള ബലിവസ്തുവിനെ ദൈവം അവിടെ കാണിച്ചതുപോലെ ഇവിടെ യോഹന്നാൻ
നമ്മൾക്ക് വേണ്ടി പകര ബലിയായിട്ട് ബലിവസ്തുവായിട്ടുള്ള യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ എന്തുമാത്രം എബ്രഹാം സന്തോഷിച്ച് കാണും ആ യേശു ക്രിസ്തുവിൻ്റെ ആ വെളിപാടിൽ, ആ വചനത്തിലൂടെ വെളിപാട്. ഞാൻ ഈ ലോകത്തിൻ്റെ പാപം മുഴുവൻ മാറ്റുവാനുള്ള കുഞ്ഞാടാണ് എന്നുള്ള ആ വെളിപാട് അവിടെ എബ്രഹാമിന് ഉണ്ടായിരുന്നു. എബ്രഹാം അത്യധികം സന്തോഷിച്ചു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മളും സന്തോഷിക്കേണ്ട കാലമാണ്. അല്ലാതെ യേശു ക്രിസ്തു മരിച്ചത് തീർച്ചയായിട്ടും ഒരു എന്നാ പറയുന്നത്, നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് യേശു മരിച്ചത്. ആ യേശു ക്രിസ്തു മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങളും ഞാനും രക്ഷപ്പെടുകയില്ല. അതുകൊണ്ടാണ് 1 കൊരിന്ത്യൻസ് 2-ാമത്തെ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ലോകത്തിലെ വിജ്ഞാനികളെ കുറിച്ച് പറഞ്ഞത്. They did not have the wisdom, because if they had the wisdom they would not have crucified the Lord of glory. മഹത്വത്തിൻ്റെ കർത്താവിനെ അവർ ക്രൂശിക്കുകയില്ലായിരുന്നു, അവർക്ക് ജ്ഞാനമുണ്ടായിരുന്നെങ്കിൽ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തു മരിച്ചതുകൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം എന്തുമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ നമുക്കറിയാം, ലേവ്യരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 11-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, രക്തം ചിന്താതെ രക്ഷയില്ല. കാരണം പാപമോചനത്തിന് രക്തം ചിന്തണം. പാപമോചനത്തിന് രക്തം ചിന്തണം. വായിച്ചേ. For the life of the flesh is in the blood, and I have given it to you upon the altar to make atonement for your souls. For it is in the blood that makes atonement for the soul. എന്നാൽ ശരീരത്തിന്റെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത്. അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു. അതിൽ ജീവൻ ഉള്ളതുകൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ രക്തമാണ് പാപപരിഹാരത്തിനുള്ള ബലിയെങ്കിൽ നമുക്കറിയാം 2 കൊരിന്ത്യർ 5-ാമത്തെ അധ്യായം 21-ാമത്തെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്താണ് നമ്മൾക്കും എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്തതെന്ന്. ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 5:21. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ഒരു ബലിയായിട്ട് അർപ്പിച്ചു. നമുക്കറിയാം, പഴയ നിയമത്തിൽ നോക്കാൻ ലേവ്യയുടെ പുസ്തകത്തിൽ എങ്ങനെയാണ് പാപത്തിനുള്ള ബലി അർപ്പിക്കുന്നത്. ഒരു കുഞ്ഞാടിനെ, ഒരു മുട്ടാടിനെ വല്ലതും കൊണ്ടുവന്നിട്ട്, ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ തലയിൽ കൈവയ്ക്കും. മനുഷ്യൻ്റെ പാപം ആ മൃഗത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആ മൃഗത്തെ കൊന്ന് ബലി അർപ്പിക്കും. അങ്ങനെ പാപത്തിൻ്റെ പരിഹാരമായിട്ട് ആ മൃഗത്തിൻ്റെ രക്തം ചിന്തണം. അതുപോലെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ ഓരോരുത്തരുടെയും പാപം യേശു ക്രിസ്തു ഏറ്റെടുത്തിട്ട് ആ കുഞ്ഞാടാവുന്ന യേശു ക്രിസ്തു ആ കുരിശേൽ ഒരു ബലിവസ്തുവായിട്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചു. ഈ സത്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തു മരിച്ചതുകൊണ്ട്, യേശു ക്രിസ്തു ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി സാക്രിഫൈസ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത്രയധികം സന്തോഷിക്കുന്നു. കാരണം എന്താണ്? ഞാൻ ജീവിക്കുന്നത് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് മാത്രമാണ്. അതാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ അവിടെ ദൈവം ഒരു വാഗ്ദാനം എബ്രഹാമിന് കൊടുത്തിരുന്നു. എന്താണ്? ഒന്ന് വായിച്ചേ. In your seed all the nations of the earth shall be blessed because you have obeyed my word. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. പിന്നെ ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, in you I will bless you and in you all the families of the world will be blessed. ഒന്ന് വായിച്ചേ. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. അപ്പോൾ ആ നിന്നിലൂടെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അവിടെ എബ്രഹാമിനോട് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ വചനം എബ്രഹാമിനോട് പ്രസംഗിക്കുകയായിരുന്നു. നിന്നിലൂടെ ഭൂമുഖത്തിലുള്ള എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. In you all the nations of the world will be blessed. എവിടെയാണ് നമ്മൾക്ക് ഒരാൾ ചോദിക്കുകയാണ് നിങ്ങളോട്, ഈ ബൈബിളിലുള്ള എല്ലാ വാക്കുകളും നിങ്ങൾ വായിച്ചിട്ട് ഒരു വാക്ക് മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ, അതിൻ്റെ ജിസ്റ്റ്, അതിൻ്റെ സത്ത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താണ് പറയുക? യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വചനമാണ്. That is the essence of the gospel of Christ. ഒന്ന് വായിച്ചേ.
എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അങ്ങനെ എങ്ങനെയാണ് അവനിൽ വിശ്വസിക്കുന്നവര് നശിക്കാതെ നിത്യജീവനിലേക്ക് പോകുവാൻ വേണ്ടി ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. In you all the families of the world will be blessed. Hallelujah. നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിന്റെ സുവിശേഷം ദൈവം ആത്മാവ് വഴി എബ്രഹാമിനോട് സംസാരിക്കുകയായിരുന്നു. അതുകൊണ്ട് എബ്രഹാം അത്രയധികം സന്തോഷിച്ചു എന്നാ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, എബ്രഹാമിന് പോലും ആ ദൈവത്തിന്റെ ആ കൃപാവത്സരത്തിലല്ല എബ്രഹാം ജീവിച്ചത്. ഇസ്ഹാക്കുമല്ല, യാക്കോബുമല്ല, ഐസായ പ്രവാചകനുമല്ല, എലീശ പ്രവാചകനുമല്ല, ഒരു പ്രവാചകനും ദൈവത്തിന്റെ കൃപാവത്സരത്തിലല്ല ജീവിച്ചത്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ കൃപാവത്സരത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത്, സ്ത്രീയിൽ ജനിച്ചവരിൽ ഒരാളും യോഹന്നാനെ പോലെ വലിയവനല്ല, എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. കാരണം നമ്മൾ ഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിലുള്ള ആ പ്രവർത്തികൾ, ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ കാണുവാനും ആ ദൈവത്തെ മനസ്സിലാക്കുവാനുമുള്ള ഒരു അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. There is a revelation of the glory of God. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ ജോയൽ പ്രവാചന പുസ്തകത്തിൽ പറയുന്നുണ്ട്, 2:28 പറയുന്നുണ്ട്, അന്ന് എന്ന് പറയുന്നത് എന്താണ്? ഒരു വരാനിരിക്കുന്ന ഒരു കാലത്ത് എല്ലാവരുടെ മൂലം ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കുമെന്നാണ് പറഞ്ഞത്. കാരണം ജോയൽ പ്രവാചകൻ സംസാരിച്ചിരുന്ന അല്ലെങ്കിൽ ആ വചനം എഴുതിയ കാലത്ത് എല്ലാവരുടെ മുകളിലും ആത്മാവ് വർഷിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവർക്കും ഉണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. വി ആർ ലിവിങ് ഇൻ എ ഗ്ലോറിയസ് ടൈം. ഇത് നിങ്ങൾ പാഴാക്കരുത് പ്രിയപ്പെട്ടവരെ. ദൈവം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവം നമ്മളെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുവാനും ആ ദൈവത്തെ അറിയുവാനുമുള്ള അവസരം ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും തന്നിരുന്നത്. നമ്മൾ മനസ്സിലാക്കണം, എബ്രഹാം അവൻ ആ വാഗ്ദാനം ഉണ്ടായിരുന്നെങ്കിലും അവൻ കണ്ടിരുന്നില്ല. പക്ഷെ അവൻ വിശ്വസിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും അത് നടക്കും. അവനിലൂടെ ആ രക്ഷാപദ്ധതി നടക്കുമെന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവസാനമായിട്ട് റോമാർക്കുള്ള ലേഖനം 9-ാം അധ്യായം 6 മുതൽ 8 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് എബ്രഹാമിൻ്റെ സന്തതികൾ ആരാണെന്നുള്ളത്. നമുക്ക് അതിനു മുമ്പ് ഗലാത്യർക്കുള്ള ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട്, യേശുക്രിസ്തു ആ കുരിശേൽ തൂങ്ങി നമ്മൾക്ക് വേണ്ടി നമ്മളുടെ ശാപങ്ങളും പാപങ്ങളും എല്ലാം ഏറ്റെടുത്തു. എന്തിനു വേണ്ടി? എബ്രഹാമിന്റെ സന്തതികൾക്ക് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മളിൽ വരുവാൻ വേണ്ടി. ഒന്ന് വായിച്ചേ. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതീയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം യേശുക്രിസ്തു ആ കുരിശിൽ തൂങ്ങി മരിച്ച് നിങ്ങളുടെയും എന്റെയും ശാപം ഏറ്റെടുത്തത്. അങ്ങനെ നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ റോമാർക്കുള്ള ലേഖനം 9-ാം അധ്യായം 6 മുതൽ 8 വരെ വചനങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഏത് വിധത്തിലുള്ള വ്യക്തികളായിരിക്കണമെന്നുള്ളത്. ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെന്നാൽ ഇസ്രായേൽ വംശജരെല്ലാം ഇസ്രായേൽക്കാരല്ല. ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ, ഒരു ക്രിസ്ത്യാനി പേരുള്ളത് കൊണ്ടോ, അല്ലെ ക്രിസ്ത്യാനികൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ടോ ഞാൻ ദൈവത്തിന്റെ മകനോ മകളോ ആകുന്നില്ല. ദൈവം എന്നെ ഇസ്രായേൽ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് അവകാശമുള്ള ആ ഒരു ഇസ്രായേൽ ഞാൻ ആകുന്നില്ല. പക്ഷെ അതാകണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അബ്രാഹത്തിന്റെ സന്തതി ആയതുകൊണ്ട്, എബ്രഹാത്തിന്റെ സന്തതി ഇൻ ദ ഫ്ലഷ് ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. എബ്രഹാമിന്റെ പേരുണ്ടായിരിക്കും, എബ്രഹാമിന്റെ വീട്ടിലായിരിക്കും ഞാൻ ജനിച്ചത്, എങ്കിലും ഞാൻ എബ്രഹാമിന്റെ ആത്മീയ സന്തതിയല്ല. ഇസഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ സന്തതികളായിട്ട് അറിയപ്പെടുക. അതായത് കാരണം എന്താണ്? ഇസഹാക്കിനെ പോലും ബലിയർപ്പിക്കുവാൻ തക്കവിധം എബ്രഹാമിന് വിശ്വാസമുണ്ടായിരുന്നു. വായിച്ചേ.
വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. വംശമുറയ്ക്കുള്ള മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാവർക്കും ആത്മാവുണ്ടെന്ന് പറയുന്നത് ഏറ്റവും വലിയ കബളിപ്പാണ്. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പറയുന്നത് ഏറ്റവും വലിയ കബളിപ്പാണ്. എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് ഏറ്റവും വലിയ സത്യവുമാണ്. പക്ഷേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മക്കളാകണമെന്നില്ല. ദൈവത്തിന്റെ മക്കളാകുവാനായിട്ട് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ദൈവത്തിന്റെ മക്കളാകാൻ പറ്റുക. അവിടെ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു ചാൻസ് കൊണ്ടല്ല ദൈവത്തിന്റെ മകളാകുന്നത്. വചനം പറയുന്നത് നിങ്ങൾക്ക് ദൈവത്തിന്റെ മകളാകുവാൻ അവകാശമുണ്ടെന്നാണ്. ആ അവകാശം എങ്ങനെയാണ് നിങ്ങൾ സ്വന്തമാക്കുക? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിച്ചവരെല്ലാം ദൈവമക്കളാകുവാൻ അവൻ അവകാശം നൽകി. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ മകളാകുന്നത് ഞാൻ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടല്ല, എന്റെ മാതാപിതാക്കൾ വിശ്വസിച്ചത് കൊണ്ടല്ല, ഞാൻ ഒരു ക്രിസ്തീയ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അല്ല പാരമ്പര്യത്തിലുള്ള ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടല്ല. പക്ഷേ ഉപരി ഞാൻ ദൈവത്തിൻ്റെ മകളാകുന്നത് അവനിൽ വിശ്വസിച്ചതുകൊണ്ട്, അവനെ ഞാൻ സ്വന്തമാക്കിയതുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ മകളാകുവാൻ ദൈവം ഒരു അവകാശം തന്നു. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ ഇൻഹെറിറ്റേഴ്സ് ആകുന്നത്. എബ്രഹാമിൻ്റെ ദൈവം കൊടുത്ത വാഗ്ദാനത്തിലും അനുഗ്രഹത്തിൻ്റെയും അവകാശികളാകുന്നത് എങ്ങനെയാണ്? എബ്രഹാമിൻ്റെ സന്തതിയാവുന്നത്. എബ്രഹാമിൻ്റെ സന്തതിയാകുന്നത് വംശമുറ അവൻ്റെ ജഡത്തിൽ ഞാൻ സന്തതിയാവുമ്പോഴല്ല, പക്ഷെ അവൻ്റെ വിശ്വാസത്തിൽ ഞാൻ സന്തതിയാവുമ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, ഈ സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളറിയാം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ആ ദൈവവുമായിട്ടൊരു ബന്ധമുണ്ടാക്കാൻ പറ്റുക. ബാക്കിയൊന്ന് വായിച്ചേ. അങ്ങനെ ദൈവത്തിന്റെ കൃപയാണ് പ്രിയപ്പെട്ടത്. എനിക്ക് ദയ തോന്നുന്നവരോട് ഞാൻ ദയ കാണിക്കും. ഞാൻ ദയ കാണിക്കും. എനിക്ക് അനുകമ്പ തോന്നുന്നവരോട് അനുകമ്പയും എന്ന് അവിടുന്ന് മോശയോട് അരുളി ചെയ്തു. അതുകൊണ്ട് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദയയാണ്. പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് വിട്ടുകൊടുക്കുക. പരിശുദ്ധാത്മാവ് നമ്മൾക്ക് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുവാനായിട്ട് വിട്ടുകൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൻ്റെ കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും ആത്മാവിനാൽ പഠിപ്പിക്കപ്പെടും. 44-ാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ അവിടെ വലിയൊരു സത്യം കേൾക്കും. അങ്ങനെ പഠിപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ പിതാവിലേക്ക് വരുവാൻ പറ്റുകയുള്ളൂ. പിതാവിലേക്ക് വരുന്നവർക്ക് മാത്രമേ പുത്രനെ ആകർഷിക്കപ്പെടുവാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആരാണ് നിങ്ങളെ പഠിപ്പിക്കേണ്ടത്? മനുഷ്യൻ്റെ പാരമ്പര്യമാണോ? മനുഷ്യൻ്റെ നിയമമാണോ? ആചാരമാണോ? അനുഷ്ഠാനമാണോ? അല്ല. നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ വചനമാണ് പഠിപ്പിക്കേണ്ടത്. കാരണം ഇതാണ് ജീവൻ. ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു ക്രിസ്ത്യാനി, ഒരു യഥാർത്ഥ ശിഷ്യന്റെ ഒരു വിശേഷം എന്താണ്? അവൻ ജീവിക്കുന്നവനാണ്. കാരണം അവൻ സേവിക്കുന്ന ദൈവം ജീവിക്കുന്ന ദൈവമാണ്.